യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 17 വരെ വാക്യം. ഇനി മുതൽ ഞാൻ നിങ്ങളെ അടിമകളോ എന്ന് വിളിക്കില്ല, അല്ലെങ്കിൽ അകലെയുള്ളവർ, അടിമകൾ, യജമാനോ അടിമയോ ആ റിലേഷൻ അല്ല ഇനി മുതൽ. മറിച്ച് ഞാൻ നിങ്ങളെ കൂട്ടുകാരെ എന്ന് വിളിക്കുന്നു. ഫ്രണ്ട്സ്, കൂട്ടുകാരെ എന്ന് വിളിക്കുന്നു. നിങ്ങൾ എൻ്റെ കമാൻഡ്മെന്റ്, എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ കൂട്ടുകാരെ എന്ന് വിളിക്കുന്നു. ഇത് കൂട്ടുകാരനാവാനുള്ള ഒരു ക്ഷണമല്ല കൽപ്പന അനുസരിക്കുക എന്നത്. ഇതൊരു ഷെയറിംഗ് ആണ്, ഒരു ഷെയറിംഗ് മിഷൻ എന്ന് പറയാം. ഷെയറിംഗ് മിഷനാണ് കർത്താവ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ക്രിസ്തു നമ്മളോട് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഇനി മുതൽ അടിമകളെ പോലെ അല്ലെങ്കിൽ എനിക്ക് താഴെയുള്ളവരെ പോലെ കാണുന്നില്ല, മറിച്ച് കൂട്ടുകാരെ പോലെ കാണണം. കൂട്ടുകാരെ പോലെ ഞാൻ കാണും. കാരണം നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്നേഹമാണ് ഇതിൽ നിന്നിപ്പോൾ. നിങ്ങൾ എന്നിൽ കഴിയുക, ഞാൻ നിങ്ങളിലും കഴിയും. അങ്ങനെയാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തു പറഞ്ഞതിൻ്റെ ആ ഒരു ഉൾക്കാമ്പ് അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് ക്രിസ്തു വളരെയധികം വിശാല ഹൃദയനായിട്ട് മാറുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ക്രിസ്തു പറയുന്നത്, എൻ്റെ സ്നേഹം നിങ്ങളിൽ നിലനിൽക്കണം, കുടികൊള്ളണം. ഞാൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കുക. കാരണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അതൊരു വലിയൊരു കൽപ്പനയാണ്. നമ്മൾ എല്ലാ ദിവസവും കുർബാനയിൽ വരുമ്പോൾ പറയും, ഡു ദിസ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അല്ലെ, പ്ലീസ് ഡു ദിസ് എന്നല്ല, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യാമോ എന്നല്ല പറയുന്നത്, മറിച്ച് ചെയ്യണം. ഒരു കമാൻഡിങ് സൗണ്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആരായി മാറുന്നു? നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായി മാറുന്നു. നിങ്ങൾ ഞാനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ആവുന്നു. ചെടിയുടെയും ശാഖകളുടെയും കാര്യം പറഞ്ഞ പോലെ, ആരെന്നിൽ വസിക്കുന്നു ഞാൻ അവനിൽ വസിക്കുന്നു. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഐക്യം വരികയാണ്. ഒരു അമ്മയും കുഞ്ഞും എന്നപോലെ തന്നെ, ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മയും കുഞ്ഞും. അപ്പോൾ രണ്ടുപേരും ഒരേ ശരീരത്തിൽ കഴിയുന്നത് പോലെയാണ് ഈ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ രണ്ടുപേരും, അപ്പോൾ ക്രിസ്തുവും മനുഷ്യരായിട്ടുള്ള നമ്മൾ ഒരേ അവസ്ഥയിലേക്ക്, ഒരേ ഭവനത്തിൽ ഒരുമിച്ചായിരിക്കുന്ന പോലെ അവിടെ പിതാവും ഉണ്ടാവും എന്നും ഒരു വാഗ്ദാനം നമുക്ക് മുന്നോട്ട് വയ്ക്കണം. അപ്പോൾ ഇത് അങ്ങനെ ഏത് മത നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പറയാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ പിതാവ്, അപ്പോൾ ഇത് ദൈവപുത്രനായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുവാനുള്ള ഒരു ബലം ദൈവത്തിനുണ്ടാവുന്നത്, ക്രിസ്തുവിനുണ്ടാവുന്നതും. അപ്പോൾ നമ്മൾ എത്രയോ വലിയ ഭാഗ്യവാന്മാരാണെന്ന് തിരിച്ചറിയേണ്ട സമയങ്ങളാണ്. അപ്പോൾ ഈ സമയം നമ്മളുടെ ആ ഒരു കുറ്റങ്ങളും കുറവുകളെല്ലാം മാറ്റിവെച്ച് ചെറിയ ഒരു കൽപ്പന, പരസ്പരം സ്നേഹിക്കുക, വളരെയധികം വലിയ ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാട് നിറഞ്ഞൊരു കൽപ്പനയൊന്നുമല്ല. ഒരു പക്ഷേ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ വളരെയധികം കുറേ കൽപ്പനകൾ നമ്മൾ കൺഫ്യൂസ് ആയത്, ഇത് ചെയ്തോ അത് ചെയ്തില്ലെങ്കിൽ, ഇത് ചെയ്തില്ലെങ്കിൽ മറ്റേത്, അത് ചെയ്തില്ലെങ്കിൽ കുറേ ഡൂസും കുറേ ഡോൺസും ഒക്കെയാണ്. ഇതാകുമ്പോൾ നിസ്സാരമായിട്ട് നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യമാണ്, പരസ്പരം സ്നേഹിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി, കിട്ടുന്ന ഒരു നമ്മുടെ പൊസിഷൻ ദൈവവുമായിട്ട് ഒന്നാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അപ്പോൾ ഇതിനായിട്ടാണ് ക്രിസ്തു നമ്മളെ ഇന്ന് ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ ക്ഷണം നമ്മൾ തികച്ചും സ്വീകരിക്കുക. അതുമാത്രമല്ല, ഇതിലൂടെ നമ്മളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുകയും നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ഈഗോയെ നമ്മൾ കൊന്നുകളയുകയും ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു
ഒരു കടുംപിടുത്തവും ആ ഒരു വേലിയുണ്ട്, അതെല്ലാം മാറ്റിക്കളഞ്ഞ ശേഷം മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പൂർണ്ണമായിട്ട് ഹൃദയം തുറന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് നമ്മുടെ നിന്നുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സ്നേഹം ഇങ്ങനെ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രിസ്തുവിൻ്റെ ആ കൽപ്പന നമ്മൾ പാലിച്ചു എന്ന് ആത്മാർത്ഥമായിട്ട് പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്നേഹമാണ് നമ്മളിൽ കുടികൊള്ളേണ്ടത്. ആ സ്നേഹത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്നേഹമാണ് നമ്മൾ പ്രകാശനം ചെയ്യേണ്ടത്. ആ സ്നേഹമാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ആ സ്നേഹമാണ് നമ്മൾ പരത്തേണ്ടത് എല്ലായിടത്തും. ആ സ്നേഹമാണ് നമ്മളിൽ സന്തോഷം നിലനിർത്തുന്നത്. അതേ ആ സ്നേഹമാണ് നമ്മളിൽ ഉന്മേഷവും പുത്തനുണർവും വീണ്ടും വീണ്ടും സ്നേഹിക്കുവാനുള്ള ഊർജവും തരുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിന് വേണ്ടി നമുക്ക് ഇന്ന് മുതൽ അധ്വാനിക്കാം, പരിശ്രമിക്കാം. എല്ലാ തരത്തിലുള്ള ഒരു ഊർജവും എല്ലാ തരത്തിലുള്ള ശക്തിയും എല്ലാ വിധത്തിലുള്ള നമ്മുടെ ആ ഒരു കടുംപിടുത്തം എന്ന് തന്നെ പറയാം. എന്തിനു വേണ്ടിയായിരിക്കണം? ഈ ഒരു സ്നേഹം കാണിക്കുവാൻ വേണ്ടിയായിരിക്കണം. ഈ ഒരു സ്നേഹം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കണം. ഈ ഒരു സ്നേഹം പുറത്തേക്ക് അങ്ങനെ ഒഴുക്കി വിടുവാൻ വേണ്ടിയായിരിക്കണം. അപ്പോൾ ഈ ഒരു സ്നേഹത്തിനായിട്ട് നമുക്ക് ഇന്നു മുതൽ തന്നെ ബലം പിടിച്ച ഭയങ്കര ഗൗരവത്തോടെ, സീരിയസോടെ, ഉത്സാഹത്തോടെ, അതീവ ജാഗ്രതയോടെ, അതീവ ശ്രദ്ധയോടെ, അതീവ ഊർജ്ജസ്വലതയോടെ, അതീവ അതിവേഗത്തിൽ തന്നെ ഒരുപാട് സമയം കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷമല്ല, ഇപ്പോൾ തന്നെ ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാം എന്നാണ് ക്രിസ്തു തരുന്ന ആ ഒരു കൽപ്പന. അത് നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ മാറ്റം, അത് ഇന്ന് നിങ്ങൾ തിരിച്ചറിയും, അല്ലെ നാളെ നിങ്ങൾ തിരിച്ചറിയും. വലിയ ഒരു മാറ്റം നിങ്ങളിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞു എന്നതാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ.